വന്യമൃഗശല്യമില്ലാതെ വയനാട് കർണാടക അന്തർ സംസ്ഥാന പാത സാധ്യമാകുമോ? 1.5 കിലോമീറ്റർ മേൽപ്പാലം വന്നാൽ വന്യമൃഗശല്യമില്ലാതെ ഇത്തരം യാത്ര സാധ്യമാകും. നോർത്ത് വയനാട് ഡിവിഷന് കീഴിലുള്ള വനത്തിലൂടെ കടന്നുപോകുന്ന അപ്പപ്പാറ പനവല്ലി പാതയിലാണ് മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാകുന്നത്. അപ്പപ്പാറ മുതൽ പനവല്ലി വരെ 1.5 കിലോമീറ്ററാണ് വനപാത. തീരെ വീതിയില്ലാത്ത പാതയാണ്. ഇവിടെ ഒരു മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ മേൽപ്പാലം വനത്തിന് മുകളിലൂടെ സാധ്യമായാൽ ഗുണം പലതാണ്. രാത്രിയിൽ വയനാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് പോകാൻ വനയാത്രാ നിരോധനം ഇല്ലാത്ത ഏക പാതയാണ് തോൽപ്പെട്ടിയിൽ നിന്ന് കുട്ടയിലേക്കുള്ളത്. കേരളത്തിന്റെ പരിധിയിൽ 8 കിലോമീറ്റർ വനത്തിലൂടെ കടന്നു വേണം കുട്ടയിലെത്താൻ. രാത്രിയിൽ മൈസൂരുവിലേക്കും ബാംഗ്ലൂരുവിലേക്കും ഈ വഴി മാത്രമാണ് ആശ്രയം. ആനയും കാട്ടുപോത്തും കടുവയും പുലിയും അടക്കമുള്ള മൃഗങ്ങൾ വിഹരിക്കുന്ന വനപാതയാണിത്. പലപ്പോഴും വന്യജീവികൾ പ്രകോപിതരാകുന്ന അനുഭവം ഇവിടെയുണ്ട്. രാത്രിയിൽ റിസോർട്ടുകൾ നടത്തുന്ന നൈറ്റ് സഫാരിയും വന്യമൃഗങ്ങളുടെ ആക്രമണം കൂട്ടാൻ കാരണമാകുന്നു എന്നാണ് പരാതി. 1700 മീറ്റർ മാത്രം വരുന്ന പനവല്ലി അപ്പപ്പാറ വനപാതയ്ക്ക് മുകളിൽ ഒരു മേൽപ്പാലം വന്നാൽ ഈ പ്രതിസന്ധി മറികടക്കാം. ഈ 1700 മീറ്റർ വരുന്ന സ്ഥലത്ത് മേൽപ്പാലം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇവർ ഫോറസ്റ്റുകാർ തടസ്സമായി നിൽക്കുന്നത് ഇത് ആനകളുടെയും മറ്റു മൃഗങ്ങളുടെയും ഒരു കോറിഡോറാണ്. ഈ 1700 മീറ്റർ ആയതുകൊണ്ട് ഇതിലെ പരിസ്ഥിതി പ്രശ്നമുള്ളതുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. അതിനാണ് ഞങ്ങൾ ഒരു ബദൽ പ്രപ്പോസൽ പറയുന്നത്, ഇതൊരു ഫ്ലൈ ഓവർ കൊണ്ടുവരിക 1700 മീറ്റർ. അപ്പപ്പാറ പനവല്ലി പാത വീതി കൂട്ടുന്നതിൽ വനം വകുപ്പിന് എതിർപ്പുണ്ട്. മേൽപ്പാലം വന്നാൽ വനത്തിനോ വന്യജീവികൾക്കോ ഭീഷണിയില്ലാതെ സുഗമമായ യാത്ര സാധ്യമാകും. 8 മീറ്റർ റോഡാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈവേ ആയി മാറ്റാൻ വേണ്ടി കഴിയും. ഞങ്ങളുടെ ആവശ്യം ഇതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിലെ കേരള മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് MP-ക്ക് ഒക്കെ തന്നെ കേരള മിനിസ്റ്റർക്കൊക്കെ നിവേദനം കൊടുത്തുകൊണ്ട് ആവശ്യമെങ്കിൽ കേന്ദ്രത്തിലെ വനം പരിസ്ഥിതി മന്ത്രാലയത്തെ കാണാൻ വേണ്ടി ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി മുമ്പോട്ട് പോയിക്കൊണ്ട് മറ്റൊരു വിഷയം കൂടി, ഇപ്പോൾ ഈ റിസോർട്ടുകാർ രാത്രി കാലങ്ങളിൽ നൈറ്റ് സഫാരി നടത്തുന്ന മൃഗങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നൊരു വിഷയമാണ്. അവരെ പ്രകോപിതരാക്കുകയാണ് ചെയ്യുന്നത്. ഇത് വരികയാണെങ്കിൽ ആ റോഡുകൾ പൂർണ്ണമായും രാത്രി ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഇതാണ് ഞങ്ങളുടെ നിർദ്ദേശം. നാട്ടുകാരുടെ ഈ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും നടപടികൾ എങ്ങും എത്തുന്നില്ല എന്നാണ് വാസ്തവം. 1.5 കിലോമീറ്റർ മേൽപ്പാലം വന്നാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനവധിയാണ്. വേണ്ടത് നടപടിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഇടപെടലാണ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.